നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതി ചെന്താമരയ്ക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകി. ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 1ാം ക്ലാസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. 2 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ ചോദിച്ചിരിക്കുന്നത്. നാളെയും മറ്റന്നാളും ചെന്താമരയുമായി തെളിവെടുപ്പ് നടത്തും. അതേസമയം പ്രതി ചെന്താമരയെ എത്തിച്ച സമയം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പോത്തുണ്ടി സ്വദേശികളായ രഞ്ജിത്ത്, ഷിബു എന്നിവരെയാണ് നെന്മാറ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇഷുത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, വലിയ പ്രതിസന്ധി നേരിടുന്ന ഒന്നുകൂടിയാണല്ലോ പോലീസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നേരത്തെ തന്നെ ഈ പ്രതിയോടുള്ള ജനങ്ങളുടെ വൈകാരികമായ സമീപനം അത് നമ്മൾ കണ്ടതാണ്. പ്രതിയെ പിടികൂടിയപ്പോൾ ആ കേസിൽ തന്നെ ഇപ്പോൾ 2 പേർ അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. പ്രതിയെ എത്തിച്ച് തെളിവെടുക്കുക എന്നത് പോലീസിന് അത്ര എളുപ്പമായിരിക്കുമോ? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, വൻ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയായിരിക്കും നാളെ തെളിവെടുപ്പ് നടക്കുന്നത്. 500ഓളം പോലീസുകാരെയാണ് ഇതിനായി വിന്യസിച്ചിട്ടുള്ളത്. എന്തായാലും പോത്തുണ്ടി മേഖലയിൽ മാത്രം 100-ലധികം പോലീസുകാരുണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു നടപടി. നേരത്തെ തന്നെ പ്രതിയുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് ആലത്തൂർ ജയിലിൽ നിന്നും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് ഈ പ്രതിയെ മാറ്റിയിരുന്നു. ഈ പ്രതിയോടുള്ള രോഷം അത് ഇപ്പോഴും നാട്ടുകാർക്ക് അത് കെട്ടടങ്ങിയിട്ടില്ല. കാരണം 2 ജീവനുകൾ ഒറ്റയടിക്ക് ഇല്ലാതാക്കി, 2 പെൺമക്കളെ അനാഥരാക്കി. അതിനു പുറമെ 2019-ലും ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയെ അന്ന് കൊലപ്പെടുത്തി. ഒരു പ്രകോപനവും ഇല്ലാതെ വെറും സംശയരോഗത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് ഈ പ്രതി ഒരു കുടുംബത്തെ എല്ലാവരെയും ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു രോഷം ഈ പ്രതിയുടെ അടുത്ത് ഉണ്ട്. ഒപ്പം തന്നെ ഈ പ്രതി പലപ്പോഴായി മറ്റുള്ളവരെ കൂടി, സമീപവാസികളെ കൂടി വധഭീഷണി മുഴക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്ത് നാട്ടുകാരുടെ വലിയ രോഷമുണ്ട്. ഒപ്പം തന്നെ ആ ഒരു രോഷപ്രകടനം അത് ഈ പ്രതിയെ ജയിലിലെത്തിച്ച സമയത്തൊക്കെ കണ്ടതാണ്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നാളെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനപ്പുറത്തേക്ക് ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്കാണ് കടക്കുക. കാരണം കൂടുതലായി ഈ കുറ്റകൃത്യം നേരിട്ട് കാണാത്ത അല്ലെങ്കിൽ കൊലപാതകം നേരിട്ട് കണ്ട ദൃക്സാക്ഷികളില്ല. പ്രതിയുടെ മൊഴി അത് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയില്ല. കാരണം അന്വേഷണത്തിന്റെ പല ഘട്ടത്തിൽ ഈ പ്രതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അന്വേഷണത്തിനെ വഴിതെറ്റിക്കുന്ന തരത്തിലാണ് പല മൊഴികളും നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെ കൂടുതൽ ഈ കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക്, അതായത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നതിലേക്കായിരിക്കും പോലീസ് കടക്കുക. ഒപ്പം ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത വെട്ടുകത്തി, അതായത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച വെട്ടുകത്തി വീട്ടിൽ വെച്ചതിന് ശേഷമാണ് പ്രതി ഒളിവിൽ പോയത്. ഈ വെട്ടുകത്തി ഉൾപ്പെടെ ഇതിൻ്റെ ശാസ്ത്രീയ തെളിവുകൾ അടക്കം നാളെ വിധേയമാക്കും. എന്തായാലും വലിയ രീതിയിലുള്ള ഇന്ന് ഇപ്പോൾ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളോടും കൂടി തെളിവെടുപ്പ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ കൊലപാതകം നടന്ന വീട്ടിൽ, അതുപോലെ ഈ പ്രതി വെട്ടുകത്തി സൂക്ഷിച്ചിരുന്ന പ്രതിയുടെ വീട്ടിൽ, ഒപ്പം ഈ പ്രതി ഒളിവിൽ പോയ സ്ഥലങ്ങൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ചായിരിക്കും കൂടുതൽ തെളിവെടുപ്പുണ്ടാകുക. അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളും കൂടി, അതായത് 2 ദിവസത്തെ കസ്റ്റഡിയാണ് ഈ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. ഈ 2 ദിവസവും തെളിവെടുപ്പ് നടത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്ത് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങളോടുകൂടി ഡ്രോൺ നിരീക്ഷണം അടക്കം ഉണ്ടാവും നാളെ തെളിവെടുപ്പിന്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇഷുത്തുൽ ഷംന നൽകിയത്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കേരള വഖഫ് സംരക്ഷണ വേദി നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് പിച്ചുകുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നത്. വഖഫ് സ്വത്തുക്കൾ ഉൾപ്പെടുന്ന ഭൂമിയിൽ ജുഡീഷ്യൽ കമ്മീഷൻ നടത്തുന്ന അന്വേഷണം തടയണമെന്നാണ് ഹർജിയിലെ ആവശ്യം. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, ഇപ്പോൾ വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഹർജി ഇപ്പോൾ ഹൈക്കോടതി വിശദമായി വാദം കേൾക്കുകയാണ്. സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജനറൽ അടക്കം ഹാജരായിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്താണ് അധികാരമെന്ന് നേരത്തെ ഹൈക്കോടതി ആരാഞ്ഞിരുന്നു. മുൻപും ജുഡീഷ്യൽ കമ്മീഷന് ജുഡീഷ്യൽ അധികാരമില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. റിട്ടയർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ ജുഡീഷ്യൽ അധികാരമോ അർദ്ധ ജുഡീഷ്യൽ അധികാരമോ ഇല്ല. വസ്തുത അന്വേഷിക്കാൻ വേണ്ടി മാത്രമാണ് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ മുനമ്പത്ത് ഏൽപ്പിച്ചിട്ടുള്ളത്. അതാണ് കമ്മീഷൻ നടത്തുന്നത് എന്നും സർക്കാർ അറിയിക്കുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ശുപാർശകൾ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കാൻ ജുഡീഷ്യൽ കമ്മീഷന് അധികാരമില്ല എന്നും കോടതി നിരീക്ഷിക്കുന്നു. അക്കാര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്.
നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ മാത്രമാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളതെന്ന് സർക്കാർ അറിയിച്ചു. വസ്തുതകൾ പഠിച്ച് സർക്കാരിന് മുന്നിലേക്ക് എത്തിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതെന്നുമാണ് സർക്കാരിന്റെ നിലപാട്. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സർക്കാർ നടപടി ഏകപക്ഷീയവും ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നാണ് ഹർജിക്കാരുടെ വാദം. വഖഫ് വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്ക് വിരുദ്ധമാണ് ഇതെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ നിയോഗിച്ച സർക്കാരിന്റെ തീരുമാനത്തെയാണ് ഈ വഖഫ് സംരക്ഷണ രീതി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നത്. വഖഫ് ഭൂമിയിൽ അന്വേഷണത്തിന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. വഖഫ് അല്ലാത്ത ഭൂമിയിൽ കമ്മീഷൻ നിയോഗിക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും ആയിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഈ വിഷയത്തിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് നിയമകാര്യ ലേഖകൻ CN പ്രകാശ് നൽകിയത്. NDAയുമായി സഹകരിക്കാനൊരുങ്ങി NCP അജിത് പവാർ വിഭാഗത്തിന്റെ കേരള ഘടകം. ദേശീയ തലത്തിൽ BJPക്കൊപ്പം നിൽക്കുന്ന നിലപാടിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തും ചുവടുമാറ്റം. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഈ ആഴ്ചയുണ്ടാകും. ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കെ PC ചാക്കോയും തോമസ് K തോമസും ഉൾപ്പെടെയുള്ളവർ UDFുമായി രഹസ്യ ചർച്ചയും നടത്തിയതായി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വെള്ളയമ്പലം ബിജു നാരായണൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് NDA മുന്നണിയുടെ ഭാഗമാകാനുള്ള NCP അജിത് പവാർ വിഭാഗത്തിന്റെ നീക്കം. അർഹമായ പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. AK ശശീന്ദ്രൻ വിഭാഗത്തിന് വെള്ളയമ്പലത്തെ ഓഫീസ് പോലും അടച്ചുപൂട്ടേണ്ട സാഹചര്യമാണ് ഉണ്ടായതെന്നും അജിത് പവാർ വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് വെള്ളയമ്പലം ബിജു നാരായണൻ. കഴിഞ്ഞ വർഷം NCPക്ക് ഒരു വിഭാഗം സംഭവിച്ചു. അപ്പോൾ NCP എന്നും NCP SP എന്നും രണ്ട് ഭാഗമായി തിരിഞ്ഞു. അതായത് ശരത് പവാർ വിഭാഗവും നമ്മുടെ ദേശീയ പ്രസിഡന്റായ അജിത് പവാർ വിഭാഗവും. അപ്പോൾ അജിത് പവാർ വിഭാഗം NDAയുടെ ഭാഗമായിട്ട് ഇന്ന് കേന്ദ്രത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലും NDAയുടെ ഭാഗമായിട്ട് മാത്രമേ NCPക്ക് ഇന്ന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. PC ചാക്കോയും തോമസ് K തോമസും ഉൾപ്പെടെയുള്ളവർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF നേതൃത്വവുമായി സീറ്റ് ചർച്ചകൾ വരെ നടത്തിയെന്നും വെളിപ്പെടുത്തൽ. AK ശശീന്ദ്രൻ അദ്ദേഹം LDFിന്റെ ഭാഗമായിട്ട് നിൽക്കും. അതുപോലെ 3-4 നേതാക്കന്മാരും കൂടെ ഉണ്ടാവുമെന്നാണ്. ബാക്കിയുള്ള നേതാക്കന്മാർ UDFിൽ ചർച്ച നടത്തി എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. എൻ്റെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് PC ചാക്കോയും മറ്റുമൊക്കെ അവർ സീറ്റ് ധാരണയായെന്നാണ് അവരുടെ നേതാക്കൾ എന്നോട് സംസാരിച്ചത്. മന്ത്രി AK ശശീന്ദ്രന്റെ പ്രവർത്തനം സ്വതന്ത്രനെ പോലെയാണ്. ശരത് പവാർ വിഭാഗം സംസ്ഥാനത്ത് ഇല്ലാതായെന്നും ബിജു നാരായണൻ ന്യൂസ് 18നോട് വ്യക്തമാക്കി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSRTCയിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പണിമുടക്കും. 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്ക് ഒഴിവാക്കാൻ KSRTC CMD പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ KSRTCയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പണിമുടക്കിൽ നിന്നും പിന്മാറില്ല എന്ന് INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF അറിയിച്ചു. രാജ്യത്ത് അത്യുഷ്ണത്തിന്റെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് കോട്ടയം. മഴ മാറി നിന്നതോടെ കോട്ടയത്തിന്റെ കിഴക്കൻ മേഖല വരൾച്ചയുടെ പിടിയിലാണ്. ഫെബ്രുവരിയുടെ തുടക്കം തന്നെ നദികൾ വറ്റിവരണ്ട അവസ്ഥയിലാണ്. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു പുഴയുടെ നടുവിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം എന്നില്ല. ഈ ക്യാമറ ചില കാഴ്ചകൾ കാട്ടിത്തരും. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. പ്രളയകാലത്ത് കലിതുള്ളി ഒഴുകിയ പുഴയാണ് മണിമലയാർ. ഇന്നത് ആറല്ല, കാടാണ്, ഇലകരിഞ്ഞ കാട്. മാർച്ചിലെത്തുന്ന വരൾച്ച ഇത്തവണ 1 മാസം മുന്നെയാണ്. കുടിവെള്ളത്തിനായി പുഴയെ ആശ്രയിച്ചിരുന്നവർ മറുവഴികൾ തേടി. അയ്യോ, കുടിവെള്ളമാണ് നമുക്ക്. വെള്ളമില്ല, ഞങ്ങൾ പാടുപെടുക. എന്ന് വെച്ചാൽ പിന്നെ ഇടയ്ക്ക് പിന്നെ വണ്ടിക്ക് ഒരു വെള്ളം കൊണ്ട് തരും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. മണിമലയാറിലെ മാത്രം കാഴ്ചയല്ല ഇത്. കൈവഴിയായ പുല്ലകയാർ, കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നേർത്ത അരുവിയായി പ്രളയത്തിൽ ഒഴുകിവന്ന ഉരുളൻ കല്ലുകൾക്കിടയിൽ ജീവജലത്തിന്റെ നീരുറവ. വേനൽ മഴ എത്തിയില്ലെങ്കിൽ ഇത്തവണ വരൾച്ചാ ദുരിതം കൂടുമെന്ന സൂചനയാണ് പുഴകൾ നൽകുന്നത്. തടയിണകൾ ഉള്ളിടത്ത് മാത്രമാണ് ജനങ്ങൾക്ക് ആശ്വാസം. പ്രളയത്തിൽ മനുഷ്യന് ഭീതി പകർത്തിയ പുഴയാണിത്. പിന്നീട് ജീവജലം നൽകി. ഇപ്പോൾ ജീവന് വേണ്ടി കേഴുകയാണ്. മുണ്ടക്കയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18.